G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോകളും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കേരളത്തിലെ വടക്കൻ പരവൂരിനടുത്തുള്ള ചെട്ടിക്കാട് സെയിൻറ്റ് ആൻ്റണീസ് പള്ളി കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന പ്രശസ്ത അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിലെ എറണാകുളം ചെട്ടിക്കാട് സെയിൻറ്റ് ആൻ്റണീസ് പള്ളി ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകളുടെയും തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമാണ്. വിവിധ വിശ്വാസങ്ങളിലും രാഷ്ട്രങ്ങളിലും പെട്ട ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധൻ്റെ അനുഗ്രഹം തേടുന്നതിനായി ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. വിശുദ്ധ ആന്റണിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ 3 വിശുദ്ധ തിരുശേഷിപ്പുകൾ ഈ പള്ളിയിൽ സൂക്ഷിക്കുന്നു. 1954 ജൂൺ 13 ഈ പള്ളി വെഞ്ചരിക്കപ്പെട്ടത്. 1983 ഏപ്രിൽ 22 പള്ളിക്ക് തീർത്ഥാടന കേന്ദ്രം എന്ന പദവി ലഭിച്ചു. എറണാകുളത്ത് നിന്ന് ചെട്ടിക്കാട് പള്ളിയിലേക്ക് 35 കിലോമീറ്റർ ദൂരവും തൃശ്ശൂരിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരവുമുണ്ട്. കോട്ടപ്പുറം രൂപതയുടെ അധികാരപരിധിയിലാണ് ഈ ദേവാലയം. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമാധാനപരമായ ഒരു വിശ്രമ സ്ഥലമാണ് ഇവിടം. പള്ളിയുടെ വാസ്തുവിദ്യയും ഉൾഭാഗവും അവയുടെ ലാളിത്യത്തിനും ചാരുതയ്ക്കും പേരുകേട്ടതാണ്. കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ഇത് മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ നാവിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ 3 പുണ്യ തിരുശേഷിപ്പുകൾ ഈ പള്ളി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പള്ളിക്കടുത്തുള്ള വിശുദ്ധ കിണറും ആളുകൾ സന്ദർശിക്കുന്നു. അതിൻ്റെ വെള്ളത്തിൽ രോഗശാന്തി ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുർബാന സമയങ്ങൾ ചെട്ടിക്കാട് സെയിൻറ്റ് ആൻ്റണീസ് പള്ളി. ആഴ്ചയിലുടനീളം വിവിധ കുർബാനകൾ നടക്കുന്നു. ചൊവ്വാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അതിൽ ആകെ 5 കുർബാനകൾ നടക്കുന്നു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും 2 കുർബാനകൾ വീതവും മറ്റ് ദിവസങ്ങളിൽ 1 കുർബാനയും നടത്തുന്നു. കുർബാന നടത്തുന്നതിന് പുറമെ നിരവധി രോഗശാന്തി ശുശ്രൂഷകളും ചടങ്ങുകളും സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേക രോഗശാന്തി ശുശ്രൂഷകൾ, പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ ശുശ്രൂഷകൾ, അരിദാന ചടങ്ങ് എന്നിവയാണ് സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ കാണപ്പെടുന്ന മറ്റ് പ്രത്യേകതകൾ.